തന്നെ പ്രതിയായ ഒരു കള്ളപ്പണ ഇടപാട് കേസ് പുറത്തു വന്നിരിക്കുകയാണ്. CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് ED കണ്ടെത്തിയ തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്തിമ കുറ്റപത്രം ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. ബാങ്കിലെ രഹസ്യ അക്കൗണ്ടുകൾ വഴി CPMന്റെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നത് ED റിപ്പോർട്ടിലുള്ളതിനാൽ കേസിൽ CPM മുൻ ജില്ലാ സെക്രട്ടറിമാർ പ്രതികളായി. കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മുതിർന്ന CPIM നേതാക്കളായ AC മൊയ്തീൻ, MM വർഗീസ്, K രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളായി. അനധികൃതമായി ലോൺ തരപ്പെടുത്തിയവർ ഉൾപ്പെടെ കേസിൽ 83 പ്രതികളാണ് ഉള്ളത്. 180 കോടി രൂപയാണ് തട്ടിപ്പു നടത്തിയത്. 8 പ്രതികൾ CPIM-മായി ബന്ധമുള്ളവരാണ്. 67-ാം പ്രതി AC മൊയ്തീൻ, 68-ാം പ്രതി CPIM, 69-ാം പ്രതി MM വർഗീസ്, 70-ാം പ്രതിയായി K രാധാകൃഷ്ണൻ എന്നിങ്ങനെയാണ് പ്രതിപ്പട്ടികയിൽ. CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ നടന്ന ഇടപാടുകളുടെ രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ച് ആദായ നികുതി വകുപ്പ് റിട്ടേൺസ് വിവരങ്ങൾ എടുത്തിരുന്നു. അതും ED റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ CPM എന്ന പ്രസ്ഥാനത്തിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിലാണ് കുറ്റപത്രം കോടതിയിലെത്തിയത്. കൂടാതെ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. സത്യത്തിൽ ഇന്നത്തോടുകൂടി CPMന്റെ ഭാവി കഴിഞ്ഞു. അസിസ്റ്റന്റ് ഡയറക്ടർ നിർമ്മൽ കുമാർ മോച്ചയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അഡ്വക്കേറ്റ് സന്തോഷ് ജോസ് മുഖേനയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ PMLA കോടതിയുടെ പരിധിയിൽ വരാത്ത പ്രതികളുടെ പട്ടിക പോലീസിന് കൈമാറുമെന്ന് ED വ്യക്തമാക്കിയിട്ടുണ്ട്. സാങ്കേതിക നടപടിക്രമം എന്ന നിലയിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ കൈമാറ്റം ഉടനുണ്ടാവും. 2021 ജൂലൈ 14-നാണ് കരുവന്നൂർ തട്ടിപ്പിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നേതാക്കൾ അവരുടെ മക്കളുടെ പേരിലും മറ്റും വായ്പ വാങ്ങിച്ചിരുന്നു. ഇവർക്കെതിരെ നടപടിയെടുക്കാനും ബാങ്ക് തയ്യാറായിരുന്നില്ല. ചികിത്സ, പഠനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്കായി എത്തുന്നവർക്കും നിക്ഷേപത്തിന്റെ വിഹിതം തിരികെ നൽകാൻ വിഷമിക്കുകയായിരുന്നു ബാങ്ക്. മുതിർന്ന CPIM നേതാക്കൾ ഉൾപ്പെട്ട പ്രതിപട്ടികയിൽ പാർട്ടിയെ തകർക്കുകയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതികരണങ്ങളുണ്ട്.